ഹായ് എവരിവൺ, KS മെന്റർ വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നവംബർ ലാസ്റ്റ് വീക്കിലെ, അതായത് നവംബർ 22 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ ഇൻ എപ്പിഡെർമിസ്, സാത്തി, കമ്പാല ഫെസ്റ്റിവൽ, സംഗായി ഡീർ, ജസ്റ്റിസ് ഫാത്തിമ ബീവി, കാഷ്യൂ ക്രോപ്പ്, വേൾഡ് ഹെറിറ്റേജ് വീക്ക് 2023, മാപ്പിംഗ് ഓഫ് ദി ആർക്കൈവ്സ് ഇൻ ഇന്ത്യ, International Day for the Elimination of Violence Against Women 2023, National Constitution Day, കോൽക്കളി, ഗോൾ ഓർ ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഇനി ഓരോ ടോപ്പിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് ഹീമോഗ്ലോബിൻ ഇൻ എപ്പിഡെർമിസ്. അതായത് ഈ എപ്പിഡെർമിസിൽ, സ്കിന്നിന്റെ ഏറ്റവും പുറമേയുള്ള ഒരു ലെയറാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കിന്നിന്റെ ഈ ഒരു ലെയറിൽ ഹീമോഗ്ലോബിന്റെ ഒരു പ്രസൻസ് ലേറ്റസ്റ്റ് ആയിട്ട് റിസർച്ചേഴ്സ് കണ്ടെത്തി. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എപ്പിഡെർമിസിൽ പ്രധാനമായിട്ടും എപ്പിഡെർമിസിന്റെ ധർമ്മം, അതായത് നമ്മുടെ സ്കിന്നിനെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പിഡെർമിസിന്റെ പ്രധാന ധർമ്മം. ഓക്കെ, നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഒരു അയൺ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അതായത് നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അയൺ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഈ ഒരു പ്രസൻസ്, ഇപ്പോൾ ഈ ഒരു ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ഇപ്പോൾ എപ്പിഡെർമിലെ പല സെൽസ് ആണ്. കെറാറ്റിനോസൈറ്റ്സ്, മെലനോസൈറ്റ്സ്, ലാംഗർ ഹാൻസ് സെൽസ്, അതുപോലെ തന്നെ മെർക്കൽ സെൽസ്. ഈ സെൽസിൽ ഇത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് കെറാറ്റിനോസൈറ്റ്സ് എന്ന സെല്ലിലാണ്. ഓക്കെ, എപ്പിഡെർമിസിലെ കെറാറ്റിനോസൈറ്റ്സ് എന്ന സെല്ലിലാണ് ഇപ്പോൾ ഹീമോഗ്ലോബിൻ റിസർച്ചേഴ്സ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുണ്ട്, ഏറ്റവും പുറമേയുള്ള ആ ഒരു സെല്ലാണ്, സ്കിന്നിന്റെ ഏറ്റവും പുറമേയുള്ള ലെയറാണ്. ആ ഒരു ലെയറിലെ കെറാറ്റിനോസൈറ്റ്സ് എന്ന സെല്ലിലാണ് ഹീമോഗ്ലോബിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് സാത്തി. എന്താണ് സാത്തി? സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം. അതായത് നീറ്റ്, JEE പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ IIT കാൺപൂർ കൂടി ചേർന്ന് ലോഞ്ച് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവാണ് സാത്തി എന്ന് പറയുന്നത്. അതായത് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം. മെറ്റീരിയൽസ്, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മെറ്റീരിയൽസ് ഇംഗ്ലീഷ്, ഹിന്ദി അതുപോലെ തന്നെ മറ്റ് റീജിയണൽ ലാംഗ്വേജസിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ന്യൂസിൽ വരാനുള്ള കാരണം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പം എല്ലാ സ്റ്റേറ്റ്സിനോടും ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ യൂസേജ് അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളുമായിട്ട് ഈ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും നടക്കുന്നുള്ളത് എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രധാന പ്രത്യേകത. ഓക്കെ, അടുത്ത ടോപ്പിക്ക് കമ്പാല ഫെസ്റ്റിവൽ. ഈ കാളയോട്ട മത്സരം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു ഫെസ്റ്റിവലാണ് കമ്പാല ഫെസ്റ്റിവൽ. കർണാടക സ്റ്റേറ്റ് ആണ് ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തു പോകുന്നത്. എല്ലാ വർഷവും വിളവെടുപ്പ് സമയത്ത്, അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് സമയത്ത് കർണാടകയിലെ സൗത്ത് കന്നഡ റീജിയനിലെ തുളു സംസാരിക്കുന്ന ആൾക്കാർക്കിടയിലാണ് പ്രധാനമായും ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തു പോരുന്നത്. പ്രധാനമായിട്ട് എന്താണ്, ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. നവംബർ മാർച്ച് മാസങ്ങൾക്കിടയിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിച്ച് പോകുന്നത്. ഓക്കെ, നവംബർ മാർച്ച് മാസങ്ങൾക്കിടയിൽ. ഇനി നമുക്ക് ഇതോടൊപ്പം കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റ് ഫെസ്റ്റിവൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിനോടൊപ്പം ഒന്ന് നോക്കി പോവാം. ആദ്യത്തേത് ഹംപി ഫെസ്റ്റിവൽ. ഓക്കെ, വിജയ ഉത്സവം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഹംപി ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ്. ഓക്കെ, ഡാൻസും മ്യൂസിക്കും എല്ലാം ഉൾപ്പെടുത്തി എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് ഹംപി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അടുത്തത് മകർ സംക്രാന്തി. ഓക്കെ, ഈ ഒരു ഫെസ്റ്റിവൽ എന്താണ്, കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആഘോഷിക്കുന്ന മറ്റൊരു ഫെസ്റ്റിവലാണ് മകർ സംക്രാന്തി എന്ന് പറയുന്നത്. അടുത്തത് ഉഗാദി. ഓക്കെ, അതായത് ഈ ഹിന്ദു കലണ്ടർ പ്രകാരം കർണാടക മാത്രമല്ല ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ തെലങ്കാന ഈ സംസ്ഥാനങ്ങളും ഒരു പുതുവർഷ ആരംഭമായി കണക്കാക്കുന്നതാണ് ഉഗാദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കർണാടക രാജ്യോത്സവ. ഇതെന്താണ്, കർണാടക സ്റ്റേറ്റ് ഫോം ചെയ്ത ആ ഒരു ദിവസമാണ് കർണാടക രാജ്യോത്സവമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കർണാടക സ്റ്റേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് സാങ്ഹായി ഡിയറുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലോക്തക് ലേക്ക്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏക ഫ്ലോട്ടിംഗ് തടാകമാണ് ലോക്തക് ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലേക്കിലെ നാഷണൽ പാർക്കാണ് കേബിൾ ലെംജാവോ നാഷണൽ പാർക്ക്. ഓക്കെ, കേബിൾ ലെംജാവോ നാഷണൽ പാർക്ക്. ഈ ഒരു സാങ്ഹായി ഡിയറിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ് കേബിൾ ലെംജാവോ നാഷണൽ പാർക്ക്. ഇപ്പോൾ ഈ ഒരു ലോക്തക് ലേക്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാനുമായി ബന്ധപ്പെട്ട് കൺസേൺസ്, അത് എന്താണ്, ഈ ഒരു പ്ലാന് ഈ ഒരു സാങ്ഹായി ഡിയറിൻ്റെ ഹാബിറ്റാറ്റിനെ ഡേഞ്ചറിലാക്കും എന്നുള്ള ഒരു കൺസേൺ മണിപ്പൂർ ഗവൺമെൻറ് റേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് നോക്കാനുള്ളത് സ്വാഭാവികമായിട്ടും എന്താണ്, ആ ഒരു സാങ്ഹായി ഡിയർ ആ ഒരു സ്പീഷീസിൻ്റെ IUCN സ്റ്റാറ്റസ് ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് വന്നിട്ടുള്ളത് എൻഡേഞ്ചർ ആണ്. ഓക്കെ, എൻഡേഞ്ചർ. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സ്കെഡ്യൂൾഡ് 1 ഈ ഒരു സാങ്ഹായി ഡിയറിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കൺസർവേഷൻ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്പീഷീസ് ആണ് സാങ്ഹായി ഡിയർ. ഇനി ലോക്തക് ലേക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ എന്താണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് ലോക്തക് ലേക്ക്. ഈ ഒരു ലേക്കിൻ്റെ പ്രത്യേകത ഇതെന്താണ്, ഫ്ലോട്ടിംഗ് ഫുംഡീസ് ആണ് ഈ ഒരു ലേക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, അതായത് ഒഴുകി നടക്കുന്ന ഒരു ഐലൻഡ്. ഈ ഒരു ഐലൻഡിലാണ് ഈ ഒരു നാഷണൽ പാർക്ക് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏക ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് കൂടിയാണ് കേബിൾ ലെംജാവോ എന്നുള്ളതും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ലോക്തക് ലേക്ക് എന്താണ്, റാംസർ സൈറ്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലേക്ക് കൂടിയാണ് ലോക്തക് ലേക്ക് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ജസ്റ്റിസ് ഫാത്തിമ ബീവി. റീസെൻ്റ്ലി അന്തരിച്ച ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഓക്കെ, ഇദ്ദേഹം ജനിച്ചത് പത്തനംതിട്ടയിലാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ജന്മനാട് പത്തനംതിട്ടയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബാർ കൗൺസിലിൽ നിന്നും ഗോൾഡ് മെഡൽ കിട്ടുന്ന, അതായത് ലോയിൽ ഗോൾഡ് മെഡൽ കിട്ടുന്ന ആദ്യത്തെ വുമൺ ആണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇനി പുള്ളിക്കാരിയുടെ സേവനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. 1974 ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജായിട്ടും അതുപോലെ തന്നെ 1983 കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1989-92 കാലഘട്ടങ്ങളിലാണ് സുപ്രീം കോടതി ജഡ്ജായിട്ട് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു മെമ്പറായിരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഗവർണറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്നുള്ളതും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്ക് കാഷ്യൂ ക്രോപ്പുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ടോപ്പിക്ക് നാഷണൽ കാഷ്യൂ ഡേ ആയിട്ട് ആചരിക്കുന്നത് November 23 നാഷണൽ കാഷ്യൂ ഡേ ആയിട്ട് ആചരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി 30 ടണ്ണോളം കാഷ്യൂ ക്രോപ്പ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി കാഷ്യൂമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ കുറച്ച് ഫാക്ട്സ് കൂടി ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, ഈ കാഷ്യൂവിന്റെ അതായത് ഒറിജിൻ അതെവിടെയാണ്, അത് ബ്രസീലാണ്. ഓക്കെ, കാഷ്യൂവിൻ്റെ ഒറിജിൻ വരുന്നത് ബ്രസീലാണ്. ഇന്ത്യയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോർച്ചുഗീസ് ആണ്. 16th സെഞ്ച്വറിയിലാണ് പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പോർച്ചുഗീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റ് ക്രോപ്പ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. റബ്ബർ, കോഫി, ടീ. ഓക്കെ, ഇവയാണ് പോർച്ചുഗീസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റ് കാർഷിക വിളകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിന് വേണ്ട സോയിൽ വെൽ ഡ്രെയിൻഡ് ഡീപ്പ് സാൻഡി ലോം സോയിലാണ്. അതായത് മണൽ നിറഞ്ഞ ഒരു തരം മണ്ണാണ് ഈ വെൽ ഡ്രെയിൻഡ് ഡീപ്പ് സാൻഡി ലോം സോയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഏകദേശം 20 to 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന് വേണ്ട ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആനുവൽ പെർസിപ്പിറ്റേഷൻ. ഓക്കെ, മഴ എത്രയാണ് വേണ്ടത്, 2000 മുതൽ 3500 മില്ലിമീറ്റർ മഴ വരെയാണ് ഇത് ഈ ഒരു ക്രോപ്പിൻ്റെ നല്ല വളർച്ചയ്ക്ക് ആവശ്യമുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ എന്താണ്, ഈ ഒരു കാഷ്യൂ നട്ട്സിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ അതുപോലെ തന്നെ എക്സ്പോർട്ടർ ആണ്. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ അതുപോലെ തന്നെ എക്സ്പോർട്ടർ ആണ് കാഷ്യൂ ക്രോപ്പിൻ്റെ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇതൊരു ഗവൺമെന്റ്
ഗവൺമെൻറ് ഏജൻസിയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും പുറം രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചറൽ അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ഗവൺമെൻറ്റൽ ഏജൻസി ആണ് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്ക് വേൾഡ് ഹെറിറ്റേജ് വീക്ക് 2023. ഓക്കെ, നവംബർ 19 മുതൽ 25 വരെയാണ് വേൾഡ് ഹെറിറ്റേജ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഹെറിറ്റേജ് വീക്ക് ഓർഗനൈസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ അണ്ടറിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ഹെറിറ്റേജ് വീക്ക് ഓർഗനൈസ് ചെയ്യുന്നത്. പ്രധാനമായും നമ്മുടെ യുനെസ്കോയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള യുനെസ്കോ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റ്സിൻ്റെ പ്രിസർവേഷൻ, കൺസർവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എൻകറേജ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാ വർഷവും ആചരിച്ചു വരുന്ന ഒരു കാര്യമാണ് വേൾഡ് ഹെറിറ്റേജ് വീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വർഷത്തെ വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ തീം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹെറിറ്റേജ് ചേഞ്ചസ് ആണ് ഈ ഒരു വർഷത്തെ വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും നിലവിൽ 42 സൈറ്റ്സ് ആണ് യുനെസ്കോയുടെ ആ ഒരു ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് 34 കൾച്ചറൽ സൈറ്റ്, അതുപോലെ തന്നെ 7 നാച്ചുറൽ സൈറ്റ്, അതുപോലെ 1 മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇത്രയുമാണ് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മൊത്തം 42 ആണ്. ഇനി ഈ ഒരു സൈറ്റിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദ്യത്തെ ആ ഒരു പൈതൃക സംസ്കാരം എന്താണ് എന്നുള്ളത് നോക്കാം. മഹാരാഷ്ട്രയിലെ അജന്ത, അതുപോലെ തന്നെ എല്ലോറ കേവ്സ്, ഉത്തർപ്രദേശിലെ താജ്മഹൽ, ഓക്കെ, ആഗ്ര ഫോർട്ട്, താജ്മഹൽ 1983 ആദ്യമായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ എന്ന് പറയുന്നത്. ഇനി റീസെൻ്റ് ആയിട്ട് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ശാന്തി നികേതൻ. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ ശാന്തി നികേതൻ. അതുപോലെ തന്നെ എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സലാസ്, സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സലാസ്, കർണാടകയിലാണുള്ളത്. 2023 ഇവ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റൽ ഏജൻസിയാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് 1861 ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലുമാണ്. ഓക്കെ, അടുത്തത് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു ബുക്കുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ദ മാപ്പിംഗ് ഓഫ് ദ ആർക്കൈവ്സ് ഇൻ ഇന്ത്യ എന്നാണ് ആ ബുക്കിന്റെ പേര്. ഓക്കെ, ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സിന്റെ കാളന്തി ഡിവിഷനാണ് ഈ ഒരു ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഇന്ത്യയുടെ ഒരു ചരിത്ര രേഖാശേഖരണത്തിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ബുക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മാപ്പിംഗ് ഓഫ് ദി ആർക്കൈവ്സ് ഇൻ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? രമേശ് ചന്ദ്ര ഗൗർ ആൻഡ് വിസ്മയ് ബാസു. ഈ 2 വ്യക്തികളാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിലുള്ള വേരിയസ് ആർട്ട് ഫോമിനെ കുറിച്ച് പഠിക്കുന്നതിനും അതിൽ പര്യവേഷണം നടത്തുന്നതിനും വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടറിൽ രൂപീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദ ആർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ദ ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത് നവംബർ 25 പ്രധാനമായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അതിനെതിരെ പോരാടുന്നതിന് വേണ്ടി, അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ് നവംബർ 25 ഇന്റർനാഷണൽ ഡേ ഫോർ ദി എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ ഇതിന്റെ തീം എന്ന് പറയുന്നത്, ഗ്ലോബൽ തീം എന്ന് പറയുന്നത് യുണൈറ്റ്, ഇൻവെസ്റ്റ് ടു പ്രിവെന്റ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ഗേൾസ്. ഇതാണ് ഈ വർഷത്തെ ഈ ഒരു ഡേയുടെ തീമായിട്ട് വരുന്നത്. യുണൈറ്റ്, ഇൻവെസ്റ്റ് ടു പ്രിവെന്റ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ഗേൾസ്. ഓക്കെ, അടുത്തത് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. എന്നാണ് അത് ആചരിക്കുന്നത്? നവംബർ 26. അതിന് മറ്റൊരു പേരാണ് സംവിധാൻ ദിവാസ്. ഓക്കെ, സംവിധാൻ ദിവാസ്. നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നിലവിൽ വരുന്നത് എന്നാണ്? 1950 ജാനുവരി 26. അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ടും ആചരിക്കുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്ന നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. ഈ വർഷം സെലിബ്രേറ്റ് ചെയ്തത് നമ്മുടെ 74ാമത്തെ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതിൻ്റെ 74ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു ഈ വർഷം 2023
സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 2015 നവംബർ 26 എന്നുള്ളതും കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. അടുത്ത ടോപ്പിക്ക് കോൽക്കളിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിൽ സെന്റ് തോമസ് വന്നതിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് തൃശ്ശൂരിൽ ഈ ഒരു കോൽക്കളി പെർഫോം ചെയ്തു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോൽക്കളിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മലബാർ റീജിയനിൽ, കേരളത്തിലെ മലബാർ റീജിയനിൽ പെർഫോം ചെയ്തു വരുന്ന ഒരു ട്രഡീഷണൽ ഫോക്ക് ആർട്ടാണ് കോൽക്കളി എന്ന് പറയുന്നത്. തട്ടിന്മേൽ കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, തട്ടിന്മേൽ കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം വുഡൻ സ്റ്റേജിന്റെ മേലെ നിന്ന് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് തട്ടിന്മേൽ കളി എന്ന് ഈ ഒരു കോൽക്കളീനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് പേരുകൾ, തമിഴ്നാട്ടില് ഇതിനെ കോലാട്ടം എന്നും ആന്ധ്രാപ്രദേശ് ഇതിനെ കോലാമ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, കോൽക്കളീനെ തമിഴ്നാട്ടിൽ പറയുന്നത് കോലാട്ടം, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ പറയുന്നത് കോലാമ് എന്നാണ്. നമ്മൾ ഈ കോൽക്കളി കണ്ടിട്ടുണ്ട്. അതായത് ഈ കോൽക്കളി പെർഫോം ചെയ്യുന്ന ആൾക്കാർ റൗണ്ടിൽ നിൽക്കും, പിന്നെ സ്റ്റിക്കുമായി നിന്നിട്ട് ആ പാട്ടിനനുസരിച്ച് ഓരോരോ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇടുന്നതാണ് ഈ ഒരു കളിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് കൾച്ചറൽ ഇവന്റ് ആയ കേരള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ഐറ്റം കൂടെയാണ് കോൽക്കളി എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. മറ്റൊരു പ്രത്യേകത, ഈ ഒരു ആർട്ട് ഫോമും ഹാർവസ്റ്റ് സീസണുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടാണ്. ഓക്കെ, അതായത് വിളവെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ട് ഫോമാണ് ഈ കോൽക്കളി എന്ന് പറയുന്നത്. ഇനി സെന്റ് തോമസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. AD 1st സെഞ്ചുറിയിലാണ് ഇന്ത്യയിൽ വരുന്നതും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നു. അത് പ്രധാനമായിട്ടും മലബാർ കോസ്റ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വരവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വർഷം ഈ ഒരു കോൽക്കളി തൃശ്ശൂരിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഗോൾ ഓർ ബ്ലാക്ക് സ്പോട്ടഡ് ക്രോക്കർ എന്താണെന്നുള്ളത് നോക്കാം. 2023 ഗ്ലോബൽ ഫിഷറീസ് കോൺഫറൻസ് ഇന്ത്യയിൽ ഈ ഒരു ഗോൾ ഫിഷിനെ സ്റ്റേറ്റ് ഫിഷായിട്ട് ഡിക്ലെയർ ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ്. ഗുജറാത്ത് ഈ ഒരു ഗോൾ ഫിഷിനെ സ്റ്റേറ്റ് ഫിഷായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ്. ഇൻഡോ പസഫിക് ഓഷ്യനിൽ വളരെയധികം ഒരുപാട് കണ്ടുവരുന്ന ഒരു ഫിഷാണ് ഗോൾ ഫിഷ് എന്ന് പറയുന്നത്. മെഡിസിൻ പരമായിട്ടും കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ നിർമ്മാണത്തിനായിട്ടും വളരെയധികം വാല്യൂ ഉള്ള ഒരു ഫിഷാണ്. ഈ ഒരു ഫിഷിനെയാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഫിഷായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, 2023 ഗ്ലോബൽ ഫിഷറീസ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തത് അഹമ്മദാബാദിലാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നത്? ഫിഷറീസ് സെക്ടറിൽ കുറച്ചുകൂടി ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതുപോലെ പുതിയ മോഡേൺ ടെക്നോളജി കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകാം. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് സെലിബ്രേറ്റ്സ് കംബാല ഫെസ്റ്റിവൽ റീസെന്റ്? ഓക്കെ, കംബാല ഫെസ്റ്റിവൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കമന്റ്സിൽ അറിയിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ഓക്കെ, കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഇൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? ഓക്കെ, ഏത് സ്റ്റേറ്റ്സിലാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് വരുന്നത് എന്നുള്ളതും നോക്കിയിട്ട് ആൻസർ ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിത്ത് റെഫറൻസ് ടു കാഷ്യൂ ക്രോപ്പ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യ ഈസ് ദി 3rd ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് കാഷ്യൂ നട്ട്സ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി മലബാർ കോസ്റ്റ് ഇൻ ദി 6th century ബൈ പോർച്ചുഗീസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതർ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ് റബ്ബർ, കോഫി, ടീ. ഓക്കെ, ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 only, 2 and 3 only, 1 and 3 only, 3 only. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആൻസർ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ആ 2 ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് ദി ഫസ്റ്റ് നോവൽ ഓഫ് പി വത്സല? അതിൻ്റെ ആൻസർ വരുന്നത് തകർച്ചയാണ്, സി ആണ്. ഓക്കെ, പി വത്സലയുടെ ആദ്യത്തെ നോവൽ ഏതാണ്? തകർച്ച. അതുപോലെ റീസെൻ്റ്ലി 3 rare trunk found in
ഇൻ വിച്ച് എമംഗ് ദ ഫോളോവിങ് നാഷണൽ പാർക്ക്, അതായത് 3 തരത്തിലുള്ള ഒരു ഡ്രാഗൺ ഫ്ലൈ സ്പീഷീസിനെ റീസെൻ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏത് നാഷണൽ പാർക്കിലാണ് എന്നുള്ളതാണ് ചോദ്യം. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ വരുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നവംബർ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഇതിൻ്റെ ഹാൻഡ് ഔട്ട്സ് KS മെൻറ്റർ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. അതോടൊപ്പം ആൻസറും കൂടെ കണ്ടെത്തി അറിയിക്കുക. കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്